തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും സിദ്ധാർത്ഥൻ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്, കുടുംബത്തിന് വലിയൊരു നഷ്ടമാണ്. പക്ഷേ അത് തിരിച്ചറിയുന്ന മാതാപിതാക്കൾ ഉണ്ടാവില്ലേ അല്ലേ? ഈ SFIയുടെ രാഷ്ട്രീയം അത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും അത് തെറ്റായിട്ട് കാണുന്നില്ല. കാരണം അത് ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്നതല്ല. SFI എന്നുള്ള ഒരു സംഘടനയാണ്, ഉറപ്പാണ്. അവരുടെ ഉദ്ദേശം വേറെ ഉണ്ട്. അവരെ മാതൃസംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേരളം ഭരിക്കുന്നവരാണ്. അവർ ഏത് രീതിയിലും സംരക്ഷിച്ചുകൊണ്ട് പോകും. അപ്പോഴേ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റേറ്റ് ഭരിക്കുമ്പോൾ എന്താ പറയുക, സ്റ്റേറ്റ് ഭരിക്കുമ്പോൾ അവർക്കുള്ള ഒരു സ്റ്റേറ്റിനുള്ള അവർ തെറ്റ് ചെയ്യുന്നത് അതിനെ നേർവഴിക്ക് നടത്തുക അല്ലെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷത്തിൻ്റെ ആണല്ലോ. അതങ്ങനെയാണ്. അവരെന്ത് തെറ്റ് ചെയ്തോ ഇതാണ് തെറ്റ്, അതാണ് തെറ്റ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കണം. പ്രതിപക്ഷം മാത്രമല്ല, ബാക്കിയുള്ള സംഘടനകളും ചിലപ്പം വിദ്യാർത്ഥി സംഘടനയായിരിക്കും, മതകാരിയായിരിക്കും, അവരെല്ലാം തെറ്റ് ചൂണ്ടിക്കാണിക്കണം. അപ്പം ഇത്രയും വലിയ തെറ്റ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ കൊന്നത് തൊട്ട് കൊന്നവനെ സംരക്ഷിക്കാനും കൂടെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊന്നവനെ സംരക്ഷിക്കാനായിട്ട്. ഇത് തെറ്റാണ് അല്ലെങ്കിൽ ചെയ്യല്ലേ എന്ന് പ്രതിപക്ഷവും ബാക്കിയുള്ള സംഘടനകളും പറയണമെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഉദ്ദേശം. ഒന്ന് ചിലപ്പം രാഷ്ട്രീയമായിരിക്കും, അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ഇനി ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകുന്ന കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊരു കുട്ടിയുടെ ജീവന് ആപത്താവും. ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഏത് കോളേജിലോ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ഇവരിങ്ങനെ പ്രതിപക്ഷമോ വേറെ സംഘടനകളോ ഈ ആയുധമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? വേറൊരു കുട്ടിയെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. വേറൊരു കുട്ടിക്ക് ഉണ്ടാവില്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. അപ്പോൾ ഇതിനെ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് കണ്ടാൽ മതി. ശരിയാണ്. ഇവർക്ക് മാത്രം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയാൽ പോരല്ലോ. ഇപ്പോൾ പ്രതിപക്ഷമോ വേറെ ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനം, ഇതാണ് ശരിക്കുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം. അല്ല ഇവർ പറയും പോലെ അല്ല. അവർ പറയും പോലെ ഞാൻ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ല. അതുപോലെ ഞാൻ TV മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഇവർ ഈ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള സംഘടന. അങ്ങനെ കണ്ടാൽ മതി. അത് തന്നെയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം. ഇതാണ്, അല്ല വേറെ ഒന്നുമല്ല.